ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ആൾട്ടോറോ വർക്ക് കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിച്ചാൽ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആൾട്ടോറോ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ ഫുള്ള് ലീക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ കൂളൻ്റ് ഒന്നും നമുക്ക് നിൽക്കത്തില്ല. കാര്യം കൂളൻ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ മാക്സിമം 2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോകുമായിരുന്നു. കാര്യം കൂളൻ്റൊക്കെ ഫുള്ള് ഡാമേജ് ആയിരുന്നു. അതേപോലെ നമുക്ക് വണ്ടിക്ക് ഒരുപാട് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടിക്ക് ഇഞ്ചസ് അതേപോലെ നമ്മുടെ ഹമ്പിൾ സ്റ്റേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിക്ക് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാച്ച് വർക്ക് അത് സാധാരണയായിട്ട് എല്ലാ വണ്ടികൾക്കും വരുന്ന ഒരു ഇഷ്യൂസാണ്. അതേപോലെ തന്നെ നമ്മളെ റേഡിയേറ്ററിനകത്തുന്ന ഇഷ്യൂസും സാധാരണ വരുന്ന കാര്യം. എടുക്കാൻ നടക്കുന്ന വണ്ടിയൊക്കെ കൂടുതലായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാര്യം വണ്ടി അങ്ങനെ അധികം യൂസ് ചെയ്യാറും കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം പുള്ളി കാര്യം തന്നെ പറഞ്ഞാൽ വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാറ് പോലുമില്ല. ഞാൻ പുറത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് പറഞ്ഞത്. കാര്യം ഇങ്ങനെ എടുക്കാതിരിക്കുന്ന വണ്ടികളുടെയൊക്കെ കൂളൻ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ബ്ലോക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ഇത് സ്വാഭാവികമായിട്ട് എല്ലാ വെഹിക്കിൾസിൻ്റെ വരുന്നുണ്ട്. അതേപോലെ ഹമ്പിൾ സ്റ്റേ കാര്യങ്ങളൊക്കെ നമുക്ക് തുരുമ്പെടുത്ത് പോകുന്നതും സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെ എല്ലാ വെഹിക്കിൾസിനകത്തും ഉണ്ടാകുന്ന തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് തുരുമ്പെടുത്ത് പോയാൽ അത്ര ക്വാളിറ്റി ഉണ്ടെന്നല്ല, എല്ലാ വെഹിക്കിൾസിനകത്തും ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ബമ്പർ അതേപോലെ നമ്മൾ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ബാർ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫോഗ് ലാമ്പ് കാര്യങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിനകത്ത് ചെറിയൊരു ചേഞ്ച് വരുത്തുന്നത് നമ്പർ പ്ലേറ്റാണ്. നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചേഞ്ച് വരുത്തിയിട്ടില്ല. സ്റ്റോക്ക് തന്നെ ഉണ്ട്. നമ്മൾ കസ്റ്റമർ നമ്മുടെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്ത് ഒറിജിനൽ ബമ്പർ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നതാണല്ലേ. ഏകദേശം 1950 രൂപയാണ് കേട്ടോ ഈ ഒരു ഫ്രണ്ട് ബമ്പറിന് വരുന്നത്. നമ്മളെ ഹെഡ്ലൈറ്റ് വന്നിട്ട് 2745 രൂപ ഒറിജിനൽ, അത് മോട്ടറൈസ്ഡ് ആണ്. ഒരു ഹെഡ്ലൈറ്റിൻ്റെ റേറ്റാണ് കേട്ടോ. അപ്പോൾ രണ്ടും സെയിം റേറ്റ് തന്നെയാണ്. മോട്ടറൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ ഫോക്കസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വെട്ടത്തിൻ്റെ ലെങ്ത് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഫോക്കസിങ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളെ ഈ ഒരു റിഫ്ലക്ടർ അഡ്ജസ്റ്റബിൾ ആയി വരുന്ന ടൈപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫോഗ് ലാമ്പിന് ഒരു ബെസൽ എടുത്തായിരുന്നു. കാര്യം നമുക്ക് ഈ ആൾട്ടോയ്ക്ക് ഇതേപോലെ ഫോഗ് ലാമ്പ് പിടിപ്പിക്കാനുള്ള ബ്രാക്കറ്റോ കാര്യങ്ങളൊന്നും വരത്തില്ല. അതിനകത്ത് നമ്മളൊരു ഏഞ്ചൽ റിങ് അതേപോലെ ഡ്യൂൾ കളർ വരുന്ന ഫോഗ് ലാമ്പാണ് ഈ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ലെൻസ് ടൈപ്പാണ് കേട്ടോ. അതായത് നമ്മൾ ആദ്യം വന്നുകൊണ്ട ടൈപ്പാണ്. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓൾഡ് സ്വിഫ്റ്റ് ഇങ്ങനെയുള്ള വെഹിക്കിൾസിൽ നമുക്ക് ഈ ഒരു സംഭവം ആഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ഒരുപാട് പാഡും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് നല്ല രീതിയിൽ ഡയറക്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഉള്ളിലിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. പുറത്തിട്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ അത് നമുക്ക് കറക്റ്റ് അലൈനിലും കാര്യങ്ങളും കിട്ടത്തില്ല കേട്ടോ. ഇത് നമുക്ക് പക്കയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഈ വണ്ടിക്കകത്ത് ഒരു ഫ്ലിപ്പ് കീ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വെളിയിലത്തെ കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. ഇത് ഫ്ലിപ്പ് കീ ആണ്. ഇതിനകത്ത് നമുക്ക് കീ ഇനി മാച്ച് ചെയ്യാനായിട്ടുണ്ട്. കീ കാര്യങ്ങളൊന്നും മാച്ച് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളിതിനകത്ത് ഹോണിലാണ് ഇതിൻ്റെ സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. അതേപോലെ നമ്മൾ ആ ഒരു റിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ടേൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഫോഗ് ലാമ്പിനകത്ത് വരുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിപ്പം വണ്ടിയിലെ ഹോഡ് കാര്യങ്ങൾ നമ്മൾ വണ്ടിക്കടുത്ത് ആൾ നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി തന്നെ നമുക്ക് ഇതിനകത്ത് ഹോണിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് കാര്യം ഇതൊക്കെ നമുക്ക് ഹോണിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് എനിക്കുള്ള എല്ലാ സെൻട്രൽ ലോക്കിലും നമുക്കിത് ആഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഞാൻ ജസ്റ്റ് നമ്മളെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് വാമാണ് കേട്ടോ. അതായത് നമുക്ക് യെല്ലോ കളർ, അതായത് വാമാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഓഫാക്കിയിട്ട് ഓണാക്കി കഴിഞ്ഞാൽ വീണ്ടും നമുക്കിത് വൈറ്റ് കളറിലോട്ട് തന്നെ കൺവേർട്ട് ആവും കേട്ടോ. കണ്ടില്ലേ, ഇത് ഡൂൾ കളറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സിംഗിൾ കളറാണ് നമ്മൾ ആദ്യം എടുത്തത്. പക്ഷേ സിംഗിൾ കളർ പിന്നെ നമ്മൾ വിചാരിച്ച് വേണ്ട കസ്റ്റമർ ഡൂൾ കളറിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൂൾ കളറിലോട്ട് കൺവേർട്ട് ചെയ്ത് ഇതിനകത്ത് നമുക്ക് ഏഞ്ചൽ റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. DRL ഏഞ്ചൽ റിങ് എന്നാണ് പൊതുവേ എല്ലാവരും പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. DRL ആൻഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് ഡ്യുവൽ കളർ ഫോഗ് ലാമ്പ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമ്മൾ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നോർമൽ ബൾബ് ഹാലജൻ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പാർക്ക് ബൾബ് നോർമലായിട്ടുള്ള ഒരു LED തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ വണ്ടിക്ക് അത്യാവശ്യം കുറച്ച് വർക്കും കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളും നമ്മൾ കസ്റ്റമർ തന്നെ പറഞ്ഞ് പെയിൻറ്റ് കാര്യങ്ങളും ചെയ്യേണ്ട. പിന്നെ വണ്ടി കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ളൊരു അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് നമ്മൾ കസ്റ്റമർ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ സൈഡിലോട്ട് പറയാനായിട്ടൊന്നുമില്ല, ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചെറിയ വീൽ ക്യാപ്പാണ്. വീൽ ക്യാപ്പ് നമ്മൾ 12 ഇഞ്ചിൻ്റെ 24 എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റെഡ് ആൻഡ് ബ്ലാക്ക് എഡിഷൻ എടുത്തിരിക്കുന്നത്. നമ്മൾ പിന്നെ വണ്ടിക്കകത്ത് ഈ ഒരു ടാങ്ക് ഗ്യാപ്പിനകത്ത് ഇനി സ്റ്റിക്കറും കാര്യങ്ങൾ ചെയ്യാണ്ട്. കാര്യം വേറെ ഒന്നും കൊണ്ടില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് കളർ അടിക്കണം. നമുക്കൊരു 100 ml അല്ലെങ്കിൽ 50 ml പെയിൻ്റ് ആയിട്ട് എടുക്കണം. നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ അതായത് ബ്ലാക്ക് സ്റ്റിക്കർ അടിയാം. കാര്യം പുള്ളിക്കാരൻ എന്തായാലും കളർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ചേഞ്ചിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ഇതിനകത്ത് കളർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ വെറുതെ കൊണ്ടുപോയിട്ട് അപ്പോഴും ഒരു 1000 രൂപ ഇപ്പം കൊണ്ട് കളയേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലായത്. അത് നമുക്ക് ഫുൾ പെയിൻറ്റ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക് സ്റ്റിക്കർ അടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കർ വർക്കും കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ പെൻഡിങ്. സ്റ്റിക്കർ വർക്ക് മാത്രമല്ല, നമുക്ക് അകത്തൊരു ചെറിയൊരു മാറ്റും കൂടെ ഇതിനകത്ത് പെൻഡിങ് ഉണ്ട്.
നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ കീ ഇട്ട് തുറക്കണം. കാര്യം പെട്രോൾ പമ്പിൽ ചെല്ലാൻ നേരത്തെ നമ്മൾ കീ ഇട്ട് തുറക്കുന്നത് ഇപ്പം പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ വണ്ടി ഇപ്പോൾ AC ഒക്കെ ഇട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓഫ് ആക്കി വീണ്ടും താക്കോലെടുത്ത് കൊടുക്കേണ്ട കാര്യം വരും. ഇതിപ്പോൾ നമ്മൾ ലിവർ വെച്ച് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ലിവർ മാത്രമല്ല, ഫുള്ളായിട്ട് നമുക്ക് ഇലക്ട്രിക്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ഏകദേശം ഫുള്ള് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ലേബർ ഉൾപ്പെടെ വരണമെന്നുണ്ടെങ്കിൽ 1600 രൂപ ആ റേഞ്ചിനകത്തൊക്കെ ഈ സംഭവം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ബാക്ക് ബമ്പർ കാര്യങ്ങളൊക്കെ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല, ബമ്പർ മാത്രമാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തൊരു ക്യാമറ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. താണ്ടില്ലേ, ഇത് നമ്മളെ റിവേഴ്സ് ക്യാമറയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഇൻറ്റീരിയറിലാണ് നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആൾട്ടോര ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾക്ക് പോണതിന് മുമ്പായി ഞാൻ വിട്ടുപോയൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാർ ലൈറ്റാണ് കേട്ടോ. ബാർ ലൈറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. നമ്മളൊരു 24 ഇഞ്ചിൻ്റെ ഒരു ബാർ ലൈറ്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് റെഡ് ആൻഡ് ബ്ലൂ ആൻഡ് വൈറ്റ് ഫ്ലാഷറാണ് വരുന്നത്. അതിൽ തന്നെ ഏകദേശം ഒരുപാട് വെറൈറ്റി മോഡുകൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ലീഗലാണോ അതോ ഇല്ലീഗലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബാർ ലൈറ്റൊക്കെ ഇല്ലീഗലാണ് ശരിക്കും പറഞ്ഞാൽ, ഉള്ള കാര്യം പറയാമല്ലോ. ഇത് വെച്ച് പെനാൽറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ സാധനമൊക്കെ ഇല്ലീഗലാണ്. പിന്നെ നമ്മൾ GST കൊടുത്ത് മേടിക്കുന്നുണ്ട്, സർക്കാർ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് സാധനം മേടിപ്പിക്കും, എന്നാൽ നമുക്കത് ഉപയോഗിക്കാനും പറ്റില്ല. അതാണ് നമ്മുടെ സർക്കാർ എന്നും പറഞ്ഞ് ഈ സാധനം ആരും ഉപയോഗിക്കാതിരിക്കുന്നില്ല. ഒട്ടുമിക്ക എല്ലാ വെഹിക്കിൾസിനകത്ത് ഈ ഒരു സംഭവം തന്നെയാണ് രാത്രി റോട്ടിൽ ഇറങ്ങിയാൽ കാണാനും ഉള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇല്ലീഗലാണെന്നും പറഞ്ഞുകൊണ്ട് ആരും വെക്കാതെന്നും ഇരിക്കുന്നില്ല, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 2700, 2200, 1800 അങ്ങനെ പല ടൈപ്പിൽ വരുന്നുണ്ട് റേറ്റ്. കാര്യം പല ബ്രാൻഡുകളിലാണ് റേറ്റും കാര്യങ്ങളൊക്കെ മാറുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആൾട്ടോരെ ഇൻറ്റീരിയറിൽ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റിലെ തന്നെ നമ്മളെ സീറ്റാണ് കേട്ടോ എടുത്ത് പറയാനായിട്ടുള്ളത്. നമ്മളെ സീറ്റ് അങ്ങനെ തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഹെവി ആയിട്ട് ചെയ്തിരിക്കുന്നില്ല, നോർമലി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സീറ്റ് നമ്മൾ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വേറെ ഒന്നും കൊണ്ടില്ല. നമ്മൾ ഈ സൈഡ് കാര്യങ്ങളൊക്കെ വിൻസിലൊക്കെ നല്ല രീതിയിൽ ഫോം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സീറ്റ് പൂർണ്ണമായിട്ടും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സീറ്റ് ഫുള്ള് പൂർണ്ണമായിട്ട് ഫോം കാര്യങ്ങളെല്ലാം നശിച്ചു പോയായിരുന്നു കേട്ടോ. ഒന്നേന്നും പറഞ്ഞ് ഫോം കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടാണ് ഈ സീറ്റിനെ ഈ ഒരു ലെവലിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. പിന്നെ പറയാനെന്ന് വെച്ചാൽ നമ്മളൊരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആൾട്ടോയ്ക്കായിട്ട് വരുന്ന ഹാൻഡ് റെസ്റ്റ് ആണ്. ഇത് നോർമൽ വരുന്ന ആൻഡ്രോയിഡ് ആൾട്ടോയ്ക്ക് കാര്യങ്ങളിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ചെറിയൊരു സ്പേസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് നമ്മളെ സീറ്റ് ബെൽറ്റ് ആണ്. ഈ ഒരു ഫ്ലൂറസെൻറ്റ് ഗ്രീൻ കളർ ആണല്ലേ, ഈ ഒരു സീറ്റ് ബെൽറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ സീറ്റ് ബെൽറ്റ് നമ്മളെ കസ്റ്റമർ പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത് നമ്മൾ എടുത്തതാണ് കേട്ടോ. നമ്മളപ്പോൾ അധികം അങ്ങനെ ചെയ്യാറില്ല. കാര്യം ഒരുപാട് പേര് എൻക്വയറി നടത്തുന്ന ഒരു കളറൊന്നുമല്ല. നമ്മൾ കൂടുതലും വരുന്നത് വെച്ചാൽ റെഡ്, ബ്ലൂ, അതേപോലെ സ്പാർക്കോ റെഡ്, ബ്ലൂ ഇങ്ങനത്തെ കളറാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് ചോദിക്കാറൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മളൊരു MLF ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ വീഡിയോസ് ആണെന്ന് എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം. കാര്യം നമ്മൾ എല്ലാ വെഹിക്കിൾസിനകത്ത് നമുക്കൊരു ഫുൾ ഡൈ മാറ്റ്, അതായത് 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയോടെ വരുന്ന ഒരു ഫുൾ ഡൈ മാറ്റാണ്. എവിടെയും കട്ടിങ്ങോ കാര്യങ്ങളോ ഗമ്മോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാൻ കാര്യമില്ലാത്തൊരു മാറ്റാണ് നമ്മളിതിനെ ചെയ്തിരിക്കുന്നത്, MLF ഫ്ലോർ മാറ്റ്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു 7 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് കേട്ടോ. ഇത് നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ്ലി കണക്റ്റ് ആവുന്ന ഒരു സ്റ്റീരിയോസ് ആണ്. അത് 7 ഇഞ്ച് സ്റ്റീരിയോ ആണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ആണല്ലേ. അപ്പോൾ ഇതിനകത്ത് റിവേഴ്സ് ക്യാമ കാര്യങ്ങളെല്ലാം വർക്കാവും. ഇപ്പോൾ നമ്മൾ റിവേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വേണ്ടല്ലേ, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്പീക്കർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോറിലായിട്ട് നമ്മൾ TS20 എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നമ്മളൊരു ട്യൂട്ടർ കാര്യം, നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ട്യൂട്ടർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാത്തിനും സ്വിച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ ആംപ്ലിഫയറുള്ള സ്വിച്ചാണ്, ഇത് നമ്മളെ ഫോഗ് ലാമ്പിനുള്ള സ്വിച്ചാണ്. പിന്നെ നമ്മൾ ആംബിയൻസ് ലൈറ്റ്, അതേപോലെ തന്നെ ഫ്രണ്ട് നമ്മളെ ബാർ ലൈറ്റിന് വേണ്ടിയുള്ള സ്വിച്ച് കാര്യങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇതാ നമ്മൾ ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഓൺ ആയി കഴിഞ്ഞാൽ ഇത് നമ്മളെ മ്യൂസിക്കിലും അതേപോലെ തന്നെ നമുക്ക് ഫുള്ള് റിമോട്ട് ആക്സസ് വെച്ച് നമുക്കിത് ഫുള്ള് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എല്ലാത്തിനും ഓരോ കളർ വെച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ യെല്ലോ, ബ്ലൂ എല്ലാ കളറും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് കണക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് സ്വിച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് ഫുൾ സെറ്റായിട്ട് മേടിക്കാൻ കിട്ടും. ഒന്നെങ്കിൽ നമുക്ക് സിഗരറ്റ് ലൈറ്ററിൽ ഹോൾഡറിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട്, ഞാനിപ്പോൾ എടുത്തിരിക്കാൻ നോർമലായിട്ടുള്ള എടുത്തിരിക്കുക. നമ്മളെ സിഗരറ്റ് ഹോൾഡറിനകത്ത് കണക്ട് ചെയ്യുന്ന ടൈപ്പ് അല്ല എടുത്തിരിക്കുന്നത്, നോർമൽ ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഇൻറ്റീരിയറിൽ പ്രത്യേകിച്ച് വേറെ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ സ്റ്റിയറിങ്ങോ അങ്ങനെ ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. നമ്മൾ മെക്കാനിക്കൽ പാർട്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ
നമ്മളതിനകത്ത് പ്രത്യേകിച്ച് വേറെ വലിയ വർക്ക് കാര്യങ്ങളും ചെയ്തിട്ടില്ല. സീറ്റ് ഇതിനകത്ത് മെയിനായിട്ട് ഏറ്റവും വെട്ടത്തിൽ എക്സ്പെൻസ് ആയിട്ട് നമ്മളെ സീറ്റിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ സെൻട്രൽ ലോക്ക്, പിന്നെ നമ്മുടെ സബ് ബൂഫർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് നമ്മുടെ സബ് ബൂഫർ കാര്യങ്ങൾ നമ്മുടെ ഡി ട്രാക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സബ് ബൂഫറാണ് നമ്മളതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കസ്റ്റമർ 12 ഇഞ്ച് ആംബ് വിത്ത് സബ് ബൂഫറാണ് പുള്ളിക്കാരൻ നോക്കേണ്ടത്. ഇത്ര റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് പുള്ളി അത് ഒഴിവാക്കിയത്. ഏകദേശം 10-20,000 രൂപയ്ക്ക് മേളിൽ വരുന്നുണ്ട്. നമ്മളെ 2 ചാനൽ ആംപ്ലിഫയറും JBLൻ്റെ ഒരു സബ് ബൂഫറും അതേപോലെ വയറിംഗ് കിറ്റും കാര്യങ്ങളെല്ലാം ചെയ്തു വരാൻ നേരത്ത് ഇത് നമ്മൾ 12 ഇഞ്ച് തന്നെ നമ്മളെ പുള്ളിക്കാരന് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡി ട്രാക്കിൻ്റെ തന്നെ ഒരു 12 ഇഞ്ച് സബ് ബൂഫറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് 350 RMS ആണ്. ഇത് ആംപ്ലിഫയറും സബും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു RMS വരുന്നത്. അതായത് നമ്മളെ ശരിക്കുള്ള വാട്ട്സ് അതാണ് കേട്ടോ. പിന്നെ പുള്ളിക്കാരൻ നേരത്തെ ഒരു ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡെക്ക് സ്റ്റീരിയോ JVC എന്ന് പറയുന്ന ഒരു കിടിലം ബ്രാൻഡാണ് കേട്ടോ JVC. അവർക്കുള്ള ഡെക്കിനകത്തുള്ള ഒരു സ്പീക്കർ, അതായത് ഒരു മിഡ് ക്വാളിറ്റി സബ് ബൂഫറാണ് ഈ വന്നിരിക്കുന്നത്. ഈ ഒരു സബ് ബൂഫർ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ നമ്മൾ 2 സോണിയുടെ സ്പീക്കർ, അതായത് 4 ഇഞ്ച് സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ പറയാനായിട്ടൊന്നുമില്ല. നല്ല അത്യാവശ്യം നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് പണി ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മൾ എൻജിൻ സൈഡ് തന്നെ ഒരുപാട് പണി ചെയ്തിട്ടുണ്ട്. കാര്യം നമുക്ക് റേഡിയേറ്റർ, അതേപോലെ തന്നെ നമുക്ക് കുറേ പാച്ച് വർക്ക്, പിന്നെ നമ്മൾ സബ് ബൂഫർ, സ്റ്റീറ്റ്, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റീരിയോസ്, സെൻട്രൽ ലോക്ക്, ബാർ ലൈറ്റ്, ഫോഗ് ലാമ്പ്, ഹെഡ്ലൈറ്റ്, ബമ്പർ, പിന്നെ നമ്മളെ വീൽ കപ്പ്, അങ്ങനെ നമ്മൾ ഒരുപാട് വർക്ക് ഈ വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സീറ്റ് ബെൽറ്റ് ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ വർക്കും നമുക്ക് പക്കായിട്ടാണ് എല്ലാം ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളെ കസ്റ്റമർ പുറത്താണ്, പുള്ളിക്കാരൻ നാട്ടിൽ നാളെ വരത്തുള്ളൂ. അപ്പം പുള്ളിക്കാരന് നാളെ വണ്ടി ഡെലിവറി ചെയ്യണം. അതാണ് നമ്മളെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് ഇനി ചെയ്യാനുള്ള വർക്കെന്ന് വെച്ചാൽ വണ്ടിക്ക് ചെറിയൊരു പണിയുണ്ട്. കാര്യം നമ്മളെ വണ്ടി പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ പവർ സ്റ്റിയറിംഗ് ഒക്കെ ചെയ്യണമെന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് വർക്ക് എനിക്കാണ് തരുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പാർട്ട് 2 വീഡിയോസും ചെയ്തിരിക്കുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോസ് ഇവിടെ കൊണ്ട് നമ്മൾ തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആൾട്ടോര വർക്ക് കാര്യങ്ങളെല്ലാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വർക്ക് എന്ന് വെച്ചാൽ നമ്മളൊരു ആൾട്ടോ K10 2022 മോഡൽ ആൾട്ടോ K10 വർക്ക് നമുക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുണ്ട്. അതേപോലെ നമ്മളൊരു സെന്നിൻ്റെ വർക്കുണ്ട്, ഒരു ഇയോൻ്റെ ഫുൾ വർക്കുണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിനും ഡീറ്റെയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇവിടെ കൊണ്ട് തരികയാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം. ബൈ.